പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 4 വെള്ളിയാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസാൽത്താർ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന കൃപാസന അഖണ്ഡ ലക്ഷങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അഖണ്ഡ ജപമാരുടെ ശക്തിയാൽ ഞാൻ അങ്ങയുടെ ജനത്തെ ആശീർവദിക്കുന്നു. ഈ പ്രഭാതത്തിലെ ആരെല്ലാം മനസ്സ് തളർന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ആശീർവാദം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ ശരീരം രോഗങ്ങൾ കൊണ്ട് തളർന്നിട്ടുണ്ടോ അവരെല്ലാം ഈ ആശീർവാദം ശരീരത്തെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ
നിൻ്റെ എല്ലാത്തിനും പോകുന്ന നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, സാക്ഷികളെ, ഞാൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആരാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അവരെല്ലാം, അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥമാകാൻ വേണ്ടി പ്രധാന മധ്യസ്ഥ വിശുദ്ധ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകളെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ ഓരോ നടപടികളെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിന്നോട് സംസാരിക്കുന്നവരെ, ഇന്ന് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പറന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എഴുതേണ്ട പേപ്പറുകൾ, ഇന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട രേഖകൾ കർത്താവ് ആശീർവദിക്കട്ടെ, അതിന് ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇന്ന് എവിടെയെങ്കിലും ഒപ്പിടുമ്പോൾ എൻ്റെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന നീ ഓർക്കണം. എന്താ കാര്യം? അത് നീ ഓർത്ത ആ സമയത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു എന്ന് നിനക്ക് മനസ്സിലാക്കാം. കർത്താവ് വിവാഹവുമായി ബന്ധപ്പെട്ട പോക്കുവരവുകൾ, യാത്രകൾ, സ്ഥലവുമായി ബന്ധപ്പെട്ട പോക്കുവരവുകൾ, യാത്രകൾ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശോയെ. വർഷങ്ങളായിട്ട് ജീവിത പങ്കാളി ആഗ്രഹിച്ചതും കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇപ്പോഴും ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അടിച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവ് പട്ടിണിയായാലും ഉറപ്പുള്ള വീട് കിട്ടിയാൽ മതി എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അച്ഛനെ ഈ നിമിഷം ആശീർവദിക്കുന്നു. ഭവനം ലഭിക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആശ്രയങ്ങൾ, നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനത്തിൽ പൊറുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ ഭവന നിർമ്മാണത്തിനോ, വഴിക്കോ, വീടിനോ, സ്ഥലത്തിനോ, വെളിച്ചത്തിനോ, വെള്ളത്തിനോ നിനക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ്തുവിനെ ഞാൻ ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കാരണം നിന്നെ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നീ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങൾ, പല പല വിഷയങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും യേശുക്രിസ്തുവിനകത്ത് മാറുകയും കർത്താവിൻ്റെ കൃപ നിന്നെ ആവശ്യിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് തിരിച്ചു വരും. നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും ഉത്തരവാദിത്തം പൂർത്തിയാക്കിക്കൊണ്ട് രാത്രി നീ തിരിച്ചെത്തുന്നതുവരെ കർത്താവ് നിൻ്റെ കൂടെ, നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും തിരിച്ച് കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. തിരിച്ചു വരുന്ന സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് നിന്നെ എതിരേൽക്കട്ടെ. ഈ ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം തരുന്ന ജനതകൾക്ക് നൽകപ്പെടുക. അങ്ങനെ ഒരു ഭയങ്കര ഒരു വാക്കുണ്ട് ബൈബിളിൽ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21:43 വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. എന്താണ് അത്? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണെന്ന് നമ്മൾ 14-17 വായിക്കുന്നില്ലേ റോമ? അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം, ആ സന്തോഷം നിങ്ങളിൽ നിന്ന് എടുക്കുമെന്ന്. പണിയായില്ലേ? സന്തോഷം നിങ്ങളിൽ നിന്ന് എടുക്കും. എന്താണ് സന്തോഷം? അനുഭവിക്കാൻ അർഹതയുള്ളവർക്ക് കൈമാറുമെന്ന്. അതെന്താ? ഇന്നൊരു രസമുണ്ടായി. ഇന്നൊരു സാക്ഷ്യം ഞാൻ ആൾക്കാരെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങളാണ്. അപ്പം അവർ ഇതില്ലേ, സാരി, ചുരിദാറ്, പാവാട ഇതൊക്കെ കൊണ്ടുനടന്ന് വിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീയാണ്. അവിടെ ജോലിയാകുമല്ല, ചിലപ്പോൾ 1000-200 രൂപ ഒരു മാർജിൻ കിട്ടിയെങ്കിൽ അതുകൊണ്ട് കഞ്ഞി വെച്ച് പോകുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോൾ അവരൊരു പാവാട എന്തോ ചുരിദാറ എന്തൊക്കെ എടുത്തു. പക്ഷെ ഒരു 5-10 കൃപാസന പത്രം അവർക്ക് കൊടുത്തു. നിങ്ങളിപ്പോൾ വീട് വീഴാൻ തോറും നടക്കണതല്ലേ, ഇതുകൂടി കൊണ്ടേ കൊടുത്തേക്കാൻ പറഞ്ഞു. അവരാ കൃപാസനം പത്രം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു വീട്ടിൽ ചെന്നു. അവരെ വീട്ടിൽ കൊടുത്തു. അപ്പോൾ ആ വീട്ടുകാരത്തി പല പ്രാവശ്യം അവരൊക്കെ ഉണ്ട്, പരിചയമൊക്കെ അവർക്ക് പത്രമൊക്കെ കൊടുത്ത് പത്രമൊക്കെ അവർ വായിക്കുന്നുണ്ട്. അവർക്ക് പത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല സുവിശേഷ വേലയാണത്. അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഇവരോട് ഒരു ബഹുമാനമുണ്ട്. അപ്പോൾ ഇടി മകളെ, നിനക്ക് യൂറോപ്പിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ് ഞാനിവിടെ പോകാം, ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലെന്ന് പറയും. കാര്യം ഈ പാവപ്പെട്ടവരുടെ ഇത് വെച്ചാണല്ലോ ജീവിക്കണത്. നിനക്ക് മനസ്സുണ്ട് പറയാം. ഉടനെ ഭർത്താവ് ചോദിക്കും, ഇങ്ങനെ ചോദിക്കണില്ല, പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. നീ പോ, ചിലപ്പോൾ മാതാവ് നമുക്ക് തന്നതായിരിക്കും. അപ്പോൾ അവരുടെ മക്കൾ, ഈ യൂറോപ്പിൽ ഇവരുടെ മക്കൾ
അവിടെ യൂറോപ്പിൽ താമസിക്കുക. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് ജനിക്കണുണ്ട്, അതിൻ്റെ എടുക്കണം, അതിൻ്റെ ഒരു പരിചരണം നടത്തണം, അത്രയേ ഉള്ളൂ. നല്ല കാശ് കിട്ടും. ഇപ്പോൾ 10-60,000 രൂപ, ഒരു 40,000-40,000 രൂപ മാസം കൊടുക്കും. അപ്പോൾ അത് ഇവരെ എല്ലാ ചിലവും കഴിഞ്ഞാലേ കൊടുക്കട്ടെ. അപ്പോൾ അവർക്ക് അവരുടെ ഇത് ഈ ചുരിദാർ വിട്ട് അത്രയും കാശ് കിട്ടത്തില്ല. പക്ഷെ അവർ സാക്ഷ്യം പറഞ്ഞിട്ട് പോയെന്ന് അറിയുമോ, അവരങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തേക്ക് അതിനേക്കാൾ ശമ്പളത്തിൽ യൂറോപ്പിൽ ആ വീട്ടിൽ തന്നെ ജോലി അവർക്ക് കിട്ടി. 3 വർഷം. അപ്പോൾ എത്രയോ 10-15 ലക്ഷം രൂപയുടെ അപ്പോൾ അവരുടെ കടങ്ങൾ, അവർക്ക് 18 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു സഭ വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത് കാര്യം ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ അവർക്ക് കൃപാസന താൻ ഉടമ്പടി എടുക്കാതെ തന്നെ കൊടുക്കണ പത്രത്തിലേന്ന് പോലും ഇത്രയും അനുഗ്രഹമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വേല ചെയ്ത ദൈവം നമ്മുടെ കാക്കുമല്ല. ഞാൻ നിങ്ങളോട് ചെന്നില്ലാത്തതിന് ഇപ്പോൾ പറയാൻ കാര്യം അറിയാമോ, ഞാനിപ്പോൾ ഓർക്കണത് ആ പത്രം ഇവർക്ക് കൊടുത്തില്ലേ, ഉടമ്പടി എടുത്തിട്ട് പോയ കക്ഷി കൊടുത്തതാണേ. അവർക്ക് ആ പത്രം മറ്റ് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കണത് അവർക്കതിന് സമയമില്ല, അല്ലെങ്കിൽ അവർക്കതിന് നാണക്കേട്. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് കിട്ടാനുള്ള അനുഗ്രഹമാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം തരുന്ന ജനങ്ങൾക്ക് നൽകപ്പെടും. അങ്ങ് അബദ്ധം സംഭവിക്കുന്നത് കേട്ടാ, നിങ്ങളുടെ ദൈവരാജ്യം പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.